ഹാർഡി വെറൈറ്റി താമരകൾ ഇപ്പോൾ ഒരുവിധം മിക്കതും നമ്മളുടെ കാലാവസ്ഥയായിട്ട് യോജിച്ച് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്നുണ്ട് നമുക്ക് കേരളത്തിൽ. ഇതിൻ്റെ ഉൾവശം നമ്മുടെ കാവേരിയുടെയൊക്കെ പോലെ ഗ്രീൻ ഷെയ്ഡ് വന്നുണ്ട്. പെറ്റലോയിഡ്സിൻ്റെ ഭാഗം യെല്ലോ കളർ വന്നുണ്ട്. ഈ ഗ്രീനിൻ്റെ ഈ അറ്റത്തായിട്ട് ആയതളിൻ്റെ കളർ കുറേശ്ശെ വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, കേശൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വെറൈറ്റി താമര പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചന്ദ്രഭാഗ എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ചന്ദ്രഭാഗ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹാർഡി വെറൈറ്റിയാണ്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് ഇപ്പോൾ പൂക്കുന്നുണ്ട് ചന്ദ്രഭാഗ. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ്. നമ്മുടെ ഏകദേശം അഫെക്ഷനെ പോലത്തെ ഒരു പെറ്റൽ അറേഞ്ച്മെൻ്റാണ് ചന്ദ്രഭാഗയുടെ. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ്. ഇത് ഞങ്ങളുടെ മെച്ചോർഡ് ഫ്ലവർ അല്ല, ഇത് കുറച്ചും കൂടി വലുതാവും. ഫ്ലവറിന് അഫെക്ഷനേക്കാളും നല്ല വലിപ്പം വയ്ക്കും. നന്നായിട്ട് മുട്ടുകൾ വന്നുണ്ട്. ഞങ്ങളുടെ ഇതൊരിപ്പോൾ 6ാമത്തെ ഫ്ലവറാണ്. അതിന് മുമ്പ് വിരിഞ്ഞതാണിത്. വേറെ മുട്ടുകളും വന്ന് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ കിട്ടി ഞങ്ങൾക്ക് ഇതിൽ നിന്ന്. ഹാർഡി വെറൈറ്റി താമരകൾ ഇപ്പോൾ ഒരുവിധം മിക്കതും നമ്മളുടെ കാലാവസ്ഥയായിട്ട് യോജിച്ച് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്നുണ്ട് നമുക്ക് കേരളത്തിൽ. ഇപ്പം നമ്മുടെ കമേലിയ അതിനൊരു വലിയൊരു ഉദാഹരണമാണ്. കമേലിയ ഹാർഡിയാണ്, പക്ഷേ എല്ലാവർക്കും നല്ല രീതിയിൽ പൂക്കുന്നൊരു താമരയാണ് കമേലിയ. അതുപോലെ ഹാർഡി വെറൈറ്റീസ് ഒരുപാട് ഇപ്പം നമുക്ക് പൂത്ത് കിട്ടുന്നുണ്ട്. അപ്പം അത് ആ കൂട്ടത്തിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെയാണ് ചന്ദ്രഭാഗ. ട്യൂബർ നട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അധികം സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് അല്ല. ട്യൂബറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. പിടിച്ച് അത്യാവശ്യം റണ്ണർ ഓടി തുടങ്ങുമ്പോൾ തന്നെ ബഡ് വന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ബഡ്ഡുകൾ ഞങ്ങളുടെ ചുറ്റിനും ഈ ടബിന് ചുറ്റിനുമായിട്ട് കുഞ്ഞു കുഞ്ഞു ബഡായിട്ട് ഫസ്റ്റ് അത് പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 മുട്ടോളം വന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പൂക്കൾ കിട്ടി. ഇപ്പം 3 പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഉൾവശം നമ്മുടെ കാവേരിയുടെയൊക്കെ പോലെ ഗ്രീൻ ഷെയ്ഡ് വന്നുണ്ട്. പെറ്റലോയിഡ്സിൻ്റെ ഭാഗം യെല്ലോ കളർ വന്നുണ്ട്. ഈ ഗ്രീനിൻ്റെ ഈ അറ്റത്തായിട്ട് ആയതളിൻ്റെ കളർ കുറേശ്ശെ വന്നിട്ടുണ്ട്. പിന്നെ ഇതളുകൾക്ക് കുറച്ച് വെരിഗേഷൻ പോലെ വൈറ്റ് വെരിഗേഷൻ വന്നുണ്ട് ഉള്ളിലത്തെ ഇതളുകൾക്ക്. പുറമേയുള്ള ഇതളുകൾ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. നമ്മുടെ അഫെക്ഷൻ്റെ പോലെ തന്നെ നല്ല കൂർത്ത ഇതളുകളാണ്. ഇത് 2 ദിവസം മുമ്പ് വിരിഞ്ഞ ഫ്ലവറാണ്. ഇതിന് ആ വെരിഗേഷൻ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുള്ളിൽ ആ ഗ്രീൻ ഷെയ്ഡ് തന്നെ. ഇതിന് ആ റെഡ് ഈ ഗ്രീനിലേക്ക് വന്നിട്ടില്ല. ചന്ദ്രഭാഗ നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട്, ലോട്ടസിൻ്റെ മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി, 1 വർഷം കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇത് ഹാർഡി വെറൈറ്റി എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ മാറ്റി വെച്ചിരുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പം ഈ അടുത്ത കാലത്താണ് ഒരുപാട് പേര് നട്ട് എല്ലാവർക്കും ഫ്ലവറായി. അപ്പം അതിൻ്റെ ട്യൂബേഴ്സ് മറ്റുള്ളവരിലും എത്തുന്നുണ്ട്. ഒരുവിധം മിക്കവർക്കും ഇത് ഫ്ലവറായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം സാധാരണ നമ്മൾ ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഈ ചന്ദ്രഭാഗേനെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നട്ട് വളർത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. കർണയുടെ ഉണ്ട്, കാവേരി ഉണ്ട്, യെല്ലോ പിയോണി, കമേലിയ, റെഡ് പിയോണി, ടമോ, ബുച്ച, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസിൻ്റെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ സഹസ്രദളത്തിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്. സഹസ്രദളം ഞങ്ങൾക്ക് പൂത്തിട്ടില്ല കേട്ടോ, പക്ഷേ നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ പൂക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും റിപ്പോർട്ടൊക്കെ ചെയ്ത് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നതാണ് സഹസ്രദളം പൂക്കാനായിട്ട്. കേശൂസ് ഗാർഡനിലെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി തുടർന്നുണ്ടാവണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ താമര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇത് എത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിളിച്ച് താമര വാങ്ങാറുണ്ട്, ട്യൂബേഴ്സ് വാങ്ങാറുണ്ട്. അതിന് വാങ്ങിക്കഴിയുമ്പോൾ അവർ പൂക്കൾ വിരിയുമ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ദിവസവും പൂക്കൾ ഇങ്ങനെ ഉണ്ടായ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് മിക്കവരും. പിന്നെ എന്തെങ്കിലും നടന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാട്ടോ, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, വീഡിയോസ് ഷെയർ ചെയ്തും കൊടുക്കാറുണ്ട്. കേശൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.